ഹിന്ദു പുരാണം അനുസരിച്ച് ത്രിമൂർത്തികൾ മൂന്നു പേരാണ്: ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ഇതിൽ ബ്രഹ്മാവിനെ മാത്രം ഒരു ക്ഷേത്രത്തിലും ആരാധിക്കുന്നില്ല. ഇതിന് പിന്നിലൊരു കഥയുണ്ട്, ഒരു ശാപത്തിന്റെ കഥ. ഒരിക്കൽ വിഷ്ണു ഭഗവാൻ തന്റെ കണ്ണുകൾ തുറന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ശൂന്യതയായിരുന്നു. ചുറ്റും നോക്കി അദ്ദേഹത്തിന് മറ്റാരെയും കാണാൻ സാധിച്ചില്ല. ഈ പ്രപഞ്ചത്തിൽ താൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതുമ്പോഴാണ് എങ്ങു നിന്നോ ഒരു ശബ്ദം. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന ഭഗവാൻ താമരപ്പൂവിനകത്തിരിക്കുന്ന ബ്രഹ്മാവിനെ കാണാൻ സാധിച്ചു. താങ്കൾ ആരാണ് ആദ്യമുണ്ടായത്, ആരാണ് ശ്രേഷ്ഠൻ എന്നീ പേരിൽ രണ്ടുപേരും തർക്കമായി. തർക്കം മൂത്തപ്പോഴാണ് ആകാശത്ത് മുട്ടി നിൽക്കുന്ന ഒരു കല്ല് അവരുടെ കണ്ണിൽപ്പെട്ടത്. അത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാണ് ശ്രേഷ്ഠൻ എന്നറിയാൻ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറയുന്നവനാണ് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠൻ. ബ്രഹ്മാവിനോട് തന്റെ ആദി കണ്ടെത്താൻ ശിവലിംഗം ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് ഒരു പക്ഷിയായി പറന്നു. അടുത്തതായി മഹാവിഷ്ണുവിനോട് തന്റെ അന്ത്യം കണ്ടെത്താനാണ് ശിവലിംഗം ആവശ്യപ്പെട്ടത്. വിഷ്ണു ഭഗവാൻ ഒരു പന്നിയായി മാറി ഭൂമി കുഴിക്കാൻ തുടങ്ങി. എന്നാൽ എത്ര കുഴിച്ചിട്ടും അന്ത്യം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ ബ്രഹ്മാവ് തോൽവി സമ്മതിക്കാൻ തയ്യാറായില്ല. താൻ ശിവലിംഗത്തിന്റെ ആദി കണ്ടെന്ന് നുണ പറയുന്നു. ഒരു കൈതപ്പു ബ്രഹ്മാവിന് കൂട്ടുനിന്നു. ശിവലിംഗത്തിന്റെ മുകളിലിരുന്നതാണ് താനെന്ന് കൈതപ്പു നുണ പറയുന്നു. പറഞ്ഞു തീർന്നതും മൃഗത്തോലണിഞ്ഞ് സുന്ദരനായ ഒരു പുരുഷൻ പ്രത്യക്ഷനായി. സശൽ പരമശിവൻ. നുണ പറഞ്ഞ കൈതപ്പൂവിനെ ഒരു ക്ഷേത്രത്തിലും പൂജയ്ക്കെടുക്കില്ല എന്നും ബ്രഹ്മാവിനെ ഒരു ക്ഷേത്രങ്ങളിലും ആരാധിക്കില്ല എന്നും ശാപം നൽകുന്നു. അന്നു മുതലാണത്രേ ബ്രഹ്മാവിനെ ആരും പൂജിക്കാതായത്. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സ്വന്തം